ഇന്നത്തെ പണി ഇതാണ്. ഇതിപ്പോൾ ആപ്പിൾ പോകുന്നൊരു കൺവേർട്ടറാണ്. ഇത് തേർഡ് ക്വാളിറ്റി ആപ്പിളാണ് ഈ കൺവേർട്ടർ വഴി പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ളതിനകത്ത് മോശം എടുത്തിട്ട് പറക്കിയിട്ട് ഈ ബോക്സിലേക്ക് കളയണം. ഇതാണ് ഇന്നത്തെ പണി. ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിയിലൂടെ വേറൊരു കൺവേർട്ടർ വഴി ബേസിലേക്ക് പോകും. ഇന്നത്തെ വർക്ക് ഇതാണ്. നല്ല പണിയാണ്. ഇപ്പം മറ്റേ അവിടെ കൺവേർട്ടർ ബെൽറ്റിന് എന്തോ കംപ്ലൈൻറ്റ് വെച്ചിട്ട് നിർത്തി വെച്ചേക്കുവാണ്. ഞങ്ങൾ 2 പേരുണ്ട്. കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് അവർ തായ്ലാൻഡാണ്. അവർ ഇരുന്ന് ഉറക്കം വരുന്നത്. ഇരുന്ന് ഉറങ്ങുവാണ്. ഇരുന്ന് ഉറക്കം വരുമോ? അതിപ്പോൾ ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ മോശം വൈന ആപ്പ് ഇറങ്ങുന്നുണ്ട്. അത് വീഡിയോസിനെ കാണുന്നില്ല. ഒരു മോശം കാണുന്നത് അതൊക്കെ ഇങ്ങോട്ട് കറങ്ങി വരും. അന്നേരം എടുത്ത് കളിക്കും. പാക്കിങ്ങാറുണ്ട്. ഫുള്ള് പാക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അതെല്ലാം പാക്കിങ്ങാണ്. അതെല്ലാം പാക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സെക്ഷനിലുള്ളവർക്ക് മാത്രമാണ് വർക്കില്ലാതെ നിൽക്കുന്നത്. കറങ്ങുന്ന കസാരയിലായിരുന്നു. കറങ്ങുന്ന കസാരയാണ്. കറങ്ങുന്ന കസാരയിൽ ഇരുന്നുള്ള പണിയാണ്. ഇസ്രായേലിൽ വന്നിട്ട് കറങ്ങുന്ന കസാര കിട്ടിയില്ല എന്നുള്ള പ്രശ്നമൊക്കെ തീർന്നു. എല്ലാവരും പറയും കറങ്ങുന്ന കസാരയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മേഡം ലോ ഞാൻ കറങ്ങുന്ന കസാര കിട്ടിയിട്ടാന്നുള്ള പരാതിയൊക്കെ തീർന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇഷ്ടംപോലെ പേര് 60 പേരിപ്പോൾ ഇവിടെ എല്ലാ പത്രത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോക്കെ ഇവിടെ എല്ലാം ആയിട്ട്. അപ്പം എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിങ്ങൾ യൂട്യൂബിൽ മറ്റേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, എന്നാലും കാണുന്ന ആൾക്കാരുണ്ടാട്ടെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ ഇസ്രായേലിലേക്ക് ജോലി ആവശ്യമുള്ളവരൊക്കെ നമ്മളായിട്ട് മെസ്സേജൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ എടുക്കുന്നുണ്ട്. ഓരോ കമ്പനികളിലൊക്കെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക് അല്ലാതെ ഒരു 6.5 ലക്ഷം രൂപ ആവുന്നുണ്ട്. കാർപ്പൻറ്റർമാർ, മേസ്ത്രി പണി എടുക്കുന്നു. കാർപ്പൻറ്റർ, മേസ്ത്രി, പ്ലാസ്റ്ററീസ്, ഇൻ്റർലോക്ക്, ആശാരി, വെൽഡർ, മറ്റേ ഹോട്ടൽ ക്ലീനിങ് സ്റ്റാഫ്, അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പം ഇതിലിവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് താല്പര്യം ഇസ്രായേലിൽ വരാൻ താല്പര്യമുള്ളവർക്ക്, ജോലിക്ക് വരാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കും. ഇസ്രായേലിൽ ജോലിക്ക് വരാൻ താല്പര്യമുള്ളവർ വീഡിയോ കടയിലും കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. നോക്കണം. കറങ്ങുന്ന കസാരയിൽ ഇരുന്നുള്ള ഇപ്പം എല്ലാവർക്കും ഒരേപോലെ നല്ല ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റേ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് നല്ല പണി കിട്ടാത്തവരുമുണ്ട്. ഒരുപാട് പേരുണ്ട് നല്ല പണി കിട്ടാത്തൊരു ചെറിയ ശമ്പളത്തിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പം മണിക്കൂറിന് ഇപ്പോഴും 23 രൂപയ്ക്കെല്ലാം വർക്ക് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റേ പറഞ്ഞ ശമ്പളം കിട്ടുന്നവരില്ല. അല്ല, പറഞ്ഞ ശമ്പളം കിട്ടുന്നുണ്ട്. എല്ലാവർക്കും 5500 ശെക്കൽ പറഞ്ഞത് അത് കിട്ടുന്നുണ്ട്. പക്ഷേ 7 കെട്ടൊന്നും എല്ലാവർക്കും കിട്ടുന്നില്ല. 8-9 വരെ, നമുക്ക് ഒരു മാസം 9 രൂപ വരെ കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും അത് അങ്ങനെ കിട്ടുന്നില്ല. നമ്മുടെ കമ്പനി നല്ല കമ്പനി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം ശരി, അപ്പം എല്ലാവർക്കും 4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ സ്കൈപ്പ് ചെയ്യാതെ കാണാം. എന്നാലും വരാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞതൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞേക്കണേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ആപ്പിൾ ഇതിനകത്ത് ഇടയ്ക്ക് ഗ്രീൻ ആപ്പിളൊക്കെ കയറി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ആപ്പിളൊക്കെ എടുത്ത് കളയണം. ഗ്രീൻ ആപ്പിളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞ്
ഇതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി നമ്മളങ്ങോട്ട് വിടും. അപ്പം ഇതിൽ അപ്പുറത്ത് പാക്കിംഗ് യാറുണ്ട്, അതിൻ്റെ അപ്പുറം എന്നിട്ട് അവിടെ പാക്കിംഗ് യാറുണ്ട്. അപ്പോൾ മെഷീൻ കൺവേർട്ടർ ഓണാക്കിയിട്ടില്ല. ഓണാക്കിക്കുമ്പോൾ പാക്കിംഗ് സെക്ഷൻ അവരോട് പാക്ക് ചെയ്യും. അവിടെ ലേഡീസാണ് ഉള്ളത് മൊത്തം. ജോലിസ്റ്റ് ലേഡീസാണുള്ളത്. അപ്പം നമ്മളിവിടെ കറങ്ങുന്ന ആൾക്കാരൊക്കെ നമുക്ക് സ്ഥിരമായിട്ടൊന്നും കേട്ടോ. കുറച്ച് നേരം കറങ്ങി കഴിയുമ്പോൾ മടുത്ത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പിള്ളേർ മടുത്ത് കഴിയുമ്പോൾ ചെന്നൈയെ മാറിക്കോ നമ്മൾ കയറാറിയാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. നല്ല സ്നേഹമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും ഇങ്ങോട്ട് നല്ല ബഹുമാനമാണ്. എന്തിനാണെന്നറിയത്തില്ല, ഭയങ്കര ബഹുമാനമാണ്. അമ്മച്ചിമാരൊക്കെയാണെങ്കിൽ തന്നെ നല്ല സ്നേഹമാണ്. അവിടെ ഒരുപാട് പേര് അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിമാർക്കൊക്കെ നല്ല സ്നേഹമാണ്. അവർ നമ്മളായിട്ട് നമുക്ക് അവരുടെ ഭാഷ അറിയത്തില്ല, അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല. എന്നാലും നമ്മൾ അറിയാവുന്ന രീതിയിലൊക്കെ നല്ല ആംഗ്യം കാണിച്ച് ഒന്നിനായാലും അവർക്കൊക്കെ നല്ല സ്നേഹമാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ 2 സ്ഥലത്തും മറ്റേ എൻ്റെ സെക്ഷനിലും ഇല്ല, അതുകൊണ്ട് ഇപ്പോഴത്തെ സെക്ഷനിലും ഇല്ല. 2 സെക്ഷനിലും മറ്റേ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്ഷനിൽ സൂപ്പർവൈസർ വന്ന് നോക്കിയിട്ട് പോയി. പുള്ളിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളെ നമ്മളെന്ത് ചെയ്യാൻ ഏകദേശം 20 സ്റ്റാഫോളം വെറുതെ നിൽക്കുകയാണ്. 20 സ്റ്റാഫ് വെറുതെ നിൽക്കുമ്പോൾ അരമണിക്കൂർ പോകുമ്പോഴത്തേക്കും സമയം എത്രയായി? എത്ര മണിക്കൂർ? ഇവിടെ എല്ലാം മണിക്കൂറിനാണല്ലോ ശമ്പളം. അപ്പോൾ 20 പേരുടെ പോയിട്ട് വയ്ക്കുമ്പോൾ അരമണിക്കൂർ വെച്ച് പോയാൽ 10 മണിക്കൂറായി. ഒരാളുടെ ഒരു ദിവസം പോയി, ഒരു ദിവസം ശമ്പളം പോയി. ഇവിടെ ഭയങ്കര നമ്മൾ റെസ്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ ടൈമിന് ഭയങ്കര വിലയാണല്ലോ. ഒരു മിനിറ്റ് നമ്മൾ വർക്ക് തുടങ്ങിയാൽ നമ്മൾ നിൽക്കാൻ പറ്റില്ല. കറക്റ്റ് രാവിലെ 7 മണിക്ക് വർക്ക് സ്റ്റാർട്ടായാലും 9 മണിക്ക് 20 മിനിറ്റ് നമുക്ക് ഒരു കാപ്പിയും കിട്ടും, ഒരു സാമ്പിക്കും കിട്ടും. പിന്നെ കറക്റ്റ് 12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 12:30 ഭക്ഷണം. സാധാരണ റൈസും കുറച്ച് ഒരു പീസ് ചിക്കനും അങ്ങനെ ഫുഡൊക്കെ നല്ല ഫുഡാണ്, കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കിട്ടും. ഇവിടെ മെഷീൻ്റെ ഭയങ്കര സൗണ്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മാക്സിമം സ്കിപ്പ് അടിക്കാണ്ട് കാണണം എല്ലാവരും. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ വേറെ നല്ല ഇതിൽ പറയാം. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇവർ പടിയില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്.